വൺ ഡയമെൻഷൻ കൊളീഷന്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ വൺ ഡയമെൻഷൻ കൊളീഷനെ കുറിച്ച് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് കുറെ കേസസ് അറിയാം. ഇനി ടു ഡയമെൻഷനിലോട്ട് പോകുമ്പോൾ എന്താണ് ടു ഡയമെൻഷൻ? ഓൾറെഡി രണ്ട് പ്ലെയിനുകൾ വരും. നേരത്തെ എക്സ് ആക്സിസിലൂടെ മാത്രമായിരുന്നു, ഇപ്പൊ വൈ ആക്സിസ് കൂടെ വരും. ഇതാണ് പ്രത്യേകത. ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ, അതായത് ഒരു ലൈനിലൂടെ ആയിരിക്കത്തില്ല പോവുക. അതായത് ഇങ്ങനെ ഇടി നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് തമ്മിൽ ഇടിച്ചു, ഇതൊരു യു വെലോസിറ്റി പോകുന്നു, u1 വെലോസിറ്റി പോകുന്നു, ഇത് u2 വെലോസിറ്റി പോകുന്നു, ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈനിലായിരിക്കത്തില്ല പോവുക. ഇടിച്ചു കഴിയുമ്പോൾ ചില ആംഗിളിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു, ഏകദേശം ക്യാരംസ് ഒക്കെ കളിക്കുന്ന പോലെ. ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങോട്ടും പോകുന്ന പോലെ. അപ്പൊ ഇത് രണ്ടും അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് കമ്പോണൻസ് വരും വെലോസിറ്റി. ഒരു വെലോസിറ്റി കമ്പോണന്റ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വേറൊരു വെലോസിറ്റി കമ്പോണന്റ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ഫൈനലി ഇത് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ സെർട്ടൈൻ ആംഗിൾ ഇവിടെ ക്രിയേറ്റഡ് ആവും. സെർട്ടൈൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് θ1, ഇത് θ2 അങ്ങനെ ക്രിയേറ്റഡ് ആവും. അങ്ങനെ ആംഗിൾ ക്രിയേറ്റഡ് ആവുമ്പോൾ നമുക്കറിയാം ഇത് u1 വെലോസിറ്റി, ഇത് u2 വെലോസിറ്റി, ഇത് v1 വെലോസിറ്റി ആവും. അതേപോലെ തന്നെ സോറി, ഇത് മൊത്തത്തിൽ പോകുന്നതേ v1 വെലോസിറ്റിയിലായിരിക്കും. ഇതും മൊത്തത്തിൽ ഇവിടെ നിന്ന് പോകുന്നത് v2 വെലോസിറ്റിയിലായിരിക്കും. ഇതിനും അതേപോലെ തന്നെ ഒരു കമ്പോണന്റ് ഇതിനെ മുന്നിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കമ്പോണന്റ് ഇതിനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ θ2 ആംഗിൾ ക്രിയേറ്റഡ് ആവും. അങ്ങനെ ക്രിയേറ്റഡ് ആവുന്ന ആംഗിള് സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന കമ്പോണന്റ്, തീറ്റയോട് ചേർന്ന് വരുന്ന കമ്പോണന്റ് എന്തായിരിക്കും? എപ്പോഴും തീറ്റയോട് ചേർന്ന് വരുന്നത് എന്തായിരിക്കും? v1 cos θ1. 90 മൈനസ് തീറ്റ ആവുമ്പോൾ v1 sin θ1. θ2നോട് ചേർന്നിട്ടുള്ളത് v2 cos θ2. 90 മൈനസ് തീറ്റ ആവുന്ന സമയത്ത് v2 sin θ2. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി ഒരു ലൈനിൽ വന്നുകൊണ്ട്. അപ്പോ ഫൈനലി എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഇപ്പോ ടു ഡയമെൻഷണൽ കൊളീഷനാണ്, എലാസ്റ്റിക് കൊളീഷനാണ്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്, ആൻഡ് മൊമെന്റം കൺസേർവ്ഡ് ആണ്. അതേപോലെ തന്നെ എന്തും കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്, മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോ ആ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം കൺസർവേഷനിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം. എന്ത് ശ്രദ്ധിക്കണം? അതായത് v1 വെലോസിറ്റിയിലും u1 u2 വെലോസിറ്റിയിലാണ് ഇതിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടിച്ചു കഴിയുമ്പോൾ ഇതിന് എങ്ങനെയൊക്കെ കമ്പോണൻസ് വരും അതിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതിനുശേഷം വേണം നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല, വൺ ഡയമെൻഷൻ ഉണ്ടാക്കിയ ഇക്വേഷൻ ഒക്കെ തന്നെ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ m1 u1 വരുന്നു, m2 u2 which will be equal to conservation of momentum. ആദ്യം മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. m1 v1 cos θ, രണ്ട് കമ്പോണന്റ് ഉണ്ട്, cos θ1 പ്ലസ് m2 v2 cos θ2. ഇത് x കമ്പോണന്റ്. ഇനി y കമ്പോണന്റ് എന്താണ്? തുടക്കത്തിൽ വരുന്ന സമയത്ത് y കമ്പോണന്റ് ഇല്ല.
ബട്ട് പിന്നീട് y കമ്പോണന്റ് വന്നു. മനസ്സിലായോ? y കമ്പോണന്റ് ഒന്ന് മുകളിലേക്കാണ്, പിന്നെ ഒരെണ്ണം താഴേക്കാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയായിരുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് y കമ്പോണന്റ്. പിന്നെ അത് ഇങ്ങനെ പോകുന്നു, അതിന്റെ കമ്പോണന്റ് താഴേക്ക്. മൈനസ് m2 v2 സൈൻ ഓഫ് θ2. അതായത് വരുന്നു, only x component, there is no y component, so that's why it is 0. And one component which tends to move upward like this, and another component which turns this body downward. So these are the two components of velocity, means momentum, combinedly momentum. So this is y component here, and this is x component. Is it okay? Clear ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? Okay. Now we can apply conservation of kinetic energy. Not it. Conservation of kinetic energy. Initial kinetic energy half mu1 square plus half mu2 square u1 square u2 square equal to half of m1 v1 square, means ഇവിടെ v1 എന്തുണ്ട്? cos square theta plus half of m2 v2 cos square theta ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ θ1, ഇവിടെ θ2 ഇങ്ങനെ വരുന്നുണ്ട്. ഏത് കമ്പോണന്റ് ആണ് ഇവിടെ വരുന്നത്? ആദ്യം ഇനീഷ്യലി നോക്കിയേ, അതായത് ഇവിടെ സൈൻ മീൻസ് കോസ് കമ്പോണന്റ് ആണ് നമ്മൾ എടുത്തത്. സിമിലർലി അതേപോലെ തന്നെ എന്തുകൂടി വരും? 0 means this is see, ഇവിടെ ഞാൻ തുടക്കത്തില് എക്സ് കമ്പോണന്റ് ആണ് എടുത്തത് കേട്ടോ. ഇനി y കമ്പോണന്റ് ആവുന്ന സമയത്തോ 0 പ്ലസ് 0 which will be equal to half of m1 v1 square sin square θ1 plus half of m2 v2 square sin square θ2 y കമ്പോണന്റ്. ഇതുവരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ ആണോ? ഇവിടെ പ്ലസ് ആവാൻ കാരണം ഇവിടെ സ്ക്വയർ ആണ്, അതുകൊണ്ടാണ്. ക്ലിയർ? ശരി. അപ്പൊ ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. എക്സ് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് ഓഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് ഓഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ഹാഫ് ഓഫ് m1 v1 സ്ക്വയർ. ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് സൈൻ സ്ക്വയർ θ1 പ്ലസ് കോസ് സ്ക്വയർ θ1 പ്ലസ് ഹാഫ് ഓഫ് m2 v2 സ്ക്വയർ കോസ് സ്ക്വയർ θ1 പ്ലസ് കോസ് സ്ക്വയർ θ2. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹാഫ് ഓഫ് m1 v1 സ്ക്വയർ സൈൻ സ്ക്വയർ θ1 പ്ലസ് സൈൻ സ്ക്വയർ θ2. എന്താണ്? ആൻസർ വരിക? 1 അല്ലേ? സൈൻ സ്ക്വയർ θ1 പ്ലസ് കോസ് സ്ക്വയർ θ1 പ്ലസ് അതും 1 അല്ലേ വരിക?
അപ്പൊ ഇത് സയൻസ് ഇത് എന്താ വരിക ഫൈനലി ഹാഫ് ഓഫ് m2 v2 സ്ക്വയർ. ക്ലിയർ ആണോ? This is two-dimensional cases, so we can reduce this into എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല, ഇവിടെ നമുക്കിപ്പോ m1 അറിയാം u1 അറിയാമെങ്കിൽ v1 കണ്ടുപിടിക്കണം, നമുക്ക് v1 കണ്ടുപിടിക്കണം, അതേപോലെ v2 കണ്ടുപിടിക്കണം. ഓക്കെ, m1 അറിയാം, മീൻസ് m1 അറിയാം, m2 അറിയാം, u1 അറിയാം, u2 അറിയാം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ v1 കണ്ടുപിടിക്കണം, v2 കണ്ടുപിടിക്കണം. തീർന്നോ? ഇല്ല. θ1 കണ്ടുപിടിക്കണം, θ2 കണ്ടുപിടിക്കണം. മൊത്തം 4 അൺനോൺസ് ഉണ്ട്. 4 അൺനോൺസ് ഉണ്ട് ഇവിടെ, അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസോ എത്ര ഇക്വേഷൻസ് ഉണ്ട് നോക്കിയേ. ഇത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതാ ഇത് ഒരു ഇക്വേഷൻ. ഓക്കെ, പിന്നെ m1 v1 sin θ1 equal to m2 v2 sin θ2 ഉണ്ട്. രണ്ട് ഇക്വേഷൻ. ഇനി m1 u1 plus m2 v2 എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പൊ 1 2 പിന്നെ ഇതും 1 3 ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, കാരണം ഒന്നാമത്തെ ഇക്വേഷനും ഇവിടെ എഴുതിയിട്ടുള്ള കൈനറ്റിക് എനർജി ഇക്വേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയി പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലും 3 ഇക്വേഷൻസ് ആണ് വരുന്നത് എക്സാക്ട്ലി. അപ്പം ഇതിലെ ഏതെങ്കിലുമൊക്കെ അൺനോൺസ് അന്ന ക്ലാസ് ഇല്ല വിചാരിച്ചിരിക്കായിരുന്നോ? ഹലോ അന്ന ക്ലാസ് ഇല്ല പറഞ്ഞിട്ടിരിക്കായിരുന്നോ അറിയാണ്ട്? അതോ ഓക്കെ, സോറി ഫ്രം ഒരു ഗ്രൂപ്പുള്ള ലിങ്ക് കണ്ടില്ല അല്ലെ? ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ടൈം എപ്പോഴും എന്നെ ശ്രദ്ധിച്ചോ. അന്ന തന്നെ ഈ റെസ്പോൺസിബിലിറ്റി അങ്ങ് ഏറ്റെടുക്കണേ. ചിലപ്പോൾ ഞാൻ അറിയാതെ, നിങ്ങൾക്ക് ഓൾറെഡി ലിങ്ക് അറിയാവുന്നുണ്ട്, ഓൾറെഡി അതേ ലിങ്ക് ആയതുകൊണ്ട്, സെയിം ലിങ്ക് ആയതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ആവുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇടാതിരുന്നത്. ബട്ട് അന്ന തന്നെ ക്ലാസ് കയറുമ്പോൾ തന്നെ ആ ലിങ്ക് ഞാൻ എപ്പോൾ എൻ്റർ ആവുന്നു മിക്കവാറും ഒന്നുമില്ല 6:30 അല്ലെങ്കിൽ 6:45 ഇന്ന് ഓൾറെഡി 10th ക്ലാസ്സസ് റണ്ണിങ് ആയിരുന്നു. അപ്പൊ അതിനിടയിലും അവരുടെ ലിങ്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം പോയി. ദാറ്റ്സ് ദ റീസൺ ദാറ്റ് ഐ എം ലേറ്റ് ഫോർ 15 minutes. സോ നൗ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. v1 v2 θ1 θ2 കിട്ടി. പക്ഷെ ഇത് കിട്ടണമെന്ന് 3 ഇക്വേഷൻസേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ v1ഓ അല്ലെങ്കിൽ v2ഓ അല്ലെങ്കിൽ θ1ഓ θ2ഓ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തരും ചോദ്യത്തിൽ എപ്പോഴും. കാരണം വേറൊന്നുമല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, കാരണം അല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. അതാണ് കാര്യം. അപ്പൊ അൺനോൺസിന്റെ എണ്ണം 4 എണ്ണമാണ്. 1 2 3 4. ബട്ട് നമ്മളുടെ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 3 ഇക്വേഷൻസ് ആണ് ഇൻ പ്രാക്ടിക്കൽ കിടപ്പുള്ളൂ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ടേം തരും. ഇനി ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. θ1ഉം θ2ഉം 0 ആയി എന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മര്യാദയ്ക്ക് ഒരു ലൈനിൽ തന്നെ പോകും. ഇങ്ങനെയോ പോകത്തില്ല. കാരണം ഇവിടെ θ1ഉം 0 ആണ്, അതേപോലെ തന്നെ θ2ഉം 0 ആണ്. മനസ്സിലായോ? ഇറ്റ്സ് 1-dimension case become 2-dimensional case further become again 1 dimension.
Clear ആണോ? Theta 1 equal to 0 and theta 2 equal to 0. Simple. Clear ആണോ? Two dimension become one dimension. അതുകൂടി പരീക്ഷയ്ക്ക് അതുവരെ തിയറിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി 2-dimensional കേസസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, തീറ്റ വണ്ണും അതായത് ഇതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കുറെയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇതിനകത്ത് 1-dimensional കേസസ് ആണ് കൂടുതലായിട്ടും ഇക്വേഷൻസ് ചോദിക്കാറ് കൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു തീറ്റ 1 ഈക്വൽ ടു തീറ്റ 2 ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും m1 u1 പ്ലസ് m2 u2 ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 എന്നുള്ള രീതിയിലേക്ക് ഇതെന്താവും, മാറും. ഇങ്ങനെ മാറും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായും നമുക്കറിയാം എന്തറിയാം, സി ഈ ഒരു ഇക്വേഷൻ നോർമലി എന്താണോ 1-dimensional ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പക്ഷെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് വെച്ചാൽ അതെന്താ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ വരുന്നു, ഓക്കെ, ഇതിൽ വന്ന് ഇടിക്കുന്നു, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകും. ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. Perfectly inelastic. This is u1, this having u1 velocity. If this object is at rest, u2 equal to 0, and after collision, it will move combinedly with a velocity v. Okay, this is u1, this is u2, and this is combinedly moving with a velocity v. So the same equation m1 u1 plus m2 u2 equal to m1 v1 plus m2 v2. Here v2 u2 v1 v2 അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, only v. So m1 u1, what is m1 u1? This is m1 u1 plus m2 into 0, which will be equal to m1 and m2 that's combined together and moving with a velocity v. v1 equal to v2 equal to v, and m1 plus m2 that's combined movement. Clear ആണോ? Is it clear? So m1 u1 equal to m1 plus m2 into v, or it moves with a velocity v. That means m1 u1 divided by m1 plus m2, which is the velocity of that object. Clear? Here there is a loss of kinetic energy. What is loss of kinetic energy? Initial kinetic energy minus final kinetic energy. Here there is a loss in kinetic energy. It's a perfectly inelastic collision. It's a perfectly inelastic collision. Clear or no? Sir, clear. So there is a loss in kinetic energy, means initially it is half m1 u1 square minus half of m1 plus m2 into v square. Clear? Is it clear? Half of m1 u1 square minus half of m1 plus m2. What is v? We need to write v in terms of u. This is equation number 1. This is kinetic energy, equation of kinetic energy. Equation of kinetic energy. So substitute the value of v as m1 u1 divided by
m1 plus m2 whole square. This equation become what? Now half of m1 u1 square minus half of m1 plus m2 into m1 u1 m1 എന്താവും m1 square u1 square divided by m1 plus m2 into m1 plus m2. So m1 plus m2 get cancelled 1. ഇതുവരെ ഓക്കെ ആണോ? Half of m1 u1 square minus half of m1 square u1 square divided by m1 plus m2. So this equation will be like this. It's okay? It's okay? ഇതുവരെ ഓക്കെ ആണോ? എല്ലാവരും എഴുതി വരിക. ഇതിൽ കോമൺ ആരാണ്? ഹാഫ് ഓഫ് ആരാ കോമൺ? ഇതിൽ രണ്ടിലും കോമൺ ആരാ? എടുത്ത് പുറത്തിട്ടു. 1 minus 1 by m1 plus m2. It's okay? Now okay ആണോ? അല്ല ഓക്കെ ആണ്. സിനോയ ബിനോയ ഞങ്ങള് തമ്മില് ഒരു തീരുമാനമായ? സാർ മേലത്തെ ഇക്വേഷനിലെ m1 സ്ക്വയർ u1 സ്ക്വയർ ഇല്ലേ? സോറി, ഇവിടെ m1 കൂടി ഉണ്ട് അല്ലേ? റെഡി ആയോ? ഹാഫ് പുറത്ത്, ഹാഫ് രണ്ടിലും പുറത്ത്, രണ്ടിലും കൂടി ഒരു ഹാഫേ ഉള്ളൂ. ഓക്കെ, ഇനി ഹാഫ് ഓഫ് m1 u1 സ്ക്വയർ എത്ര കൈനറ്റിക് എനർജി? ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലോസ് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ്സ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി initial kinetic energy minus final kinetic energy. This is the kinetic energy change. That means thus ഇതെങ്ങനെ സോൾവ് ചെയ്യും? ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് m1 plus m2 minus m1 divided by m1 plus m2 എന്നാവും അല്ലേ? അപ്പൊ അതെന്താവും? m1 പോവും. ഹാഫ് ഓഫ് m1 u1 square. This is u1, this is u1. Okay, this is u1, u1, u1. Wall in the wall. I missed the wall. Want to put the wall because otherwise it's V. So this is V. Sorry, loss in kinetic energy. Loss in kinetic energy, which will be equal to half of m1 u1 square into m2 divided by m1 plus m2. Or we can write this equation in a simple manner. That means half of m1 m2 divided by m1 plus m2 into u1 square. Clear? So ഇതാണ് ചോദ്യം. This is u1 square. So perfectly inelastic collision, there is loss in kinetic energy. Will be like this. This is nothing but half of m1 m2 divided by m1 plus m2 whole square. Sorry, m1 plus m2 into u1 square. So that's a perfectly inelastic collision. That's all about this perfectly inelastic collision. It's clear. ഇനി ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് 1 dimension ആണെങ്കിലും ശരി 2 dimension ആണെങ്കിലും ശരി ഏകദേശം ഇക്വേഷൻസ് എല്ലാം കൊടുക്കുന്നത് സെയിം തന്നെയാണ്. കൂടുതലും ഇലാസ്റ്റിക് കൊളീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. കുറെ കണ്ടീഷൻസ് ഞാൻ ഇന്നലെ തന്നെ മിനിങ്ങാന്ന് തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസസും നിങ്ങൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു രീതിയിൽ നിങ്ങൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്.
അപ്പൊ ഇതുവരെ നോട്ട് ചെയ്തോ? ഓക്കെ ആണോ? നോക്കി എഴുതി വെച്ചേ. റെഡിയാണോ? ആ സർ. ആ എല്ലാവരും എഴുതി വെച്ചോ. ഓ ചോദിക്കും. മുകളിലോട്ട് പോവാ മുകളിലേക്ക് മുകളിലേക്ക്. കുറച്ചും കൂടി മുകളിലേക്ക്. സർ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ടേ m1u1/m1 plus m2 equal to v. അതെ. അതില് മുകളില് u2 അങ്ങനെ 0 ആയി. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു. ഇത് രണ്ട് ഒബ്ജക്റ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടിച്ചു കഴിഞ്ഞു ഒരുമിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടിനും രണ്ട് വെലോസിറ്റി ആയിരിക്കത്തില്ലേ. കൂടുതലും ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് വരും, എന്നിട്ട് ഇടിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത്. ഇവർക്ക് ഒരാൾ റെസ്റ്റിലും കൂടുതൽ കേസസിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെർഫെക്റ്റ് ലീനിയർ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ u1 മൂവ് മീൻസ് u1ന് m1ന് ഒരു വെലോസിറ്റി ഉണ്ട് u1, കൂടുതലും ഇത് ഇവിടെ റെസ്റ്റിലാണ്. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പോകാനുള്ള സാധ്യത കൂടുന്നതും പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളീഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞിരുന്നു m1ഉം m2ഉം കമ്പൈൻഡ് ആയിക്കൊണ്ട് വേറൊരു വെലോസിറ്റിയിലേക്ക് മാറി ഒരുമിച്ച് പോകും. ഓക്കെ, അപ്പൊ ഇവൻ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നു, ഇവൻ വന്നിടിച്ചു. ഇടിച്ചപ്പോ ഇവർക്ക് രണ്ടുപേർക്കും കൂടി അത് മീൻസ് എന്താ പറയാ, മാഗ്നറ്റ് പോലെ ഒട്ടിപ്പിടിച്ചു നിങ്ങൾ എന്നെ വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വേറൊരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ് നടത്തുകയാണ്. ഓക്കെ ആണോ? ശരി. ഇനി നമ്മൾ ഇതേപോലെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പരീക്ഷയ്ക്ക് ഹയർ ലെവൽ എക്സാംസിന് ചോദിക്കുന്നത് ഒരു ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ്. കണ്ടതൊക്കെ പഠിപ്പിച്ചു, എന്നിട്ട് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇത് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ്സ് നത്തിങ് ബട്ട് relative velocity after collision divided by relative velocity before collision. Relative velocity after collision. What is after collision? v2 minus v1. What is up before collision? u2 minus u1. Clear ആണോ? That's it. That is coefficient of restitution. That much simple. Relative velocity after collision divided by relative velocity before collision. This constant is known as coefficient of restitution. For a perfectly elastic collision. What is perfectly elastic collision? What's up? എന്താണ് സംഭവം? Perfectly elastic collision. See, we already know what equation അറിയില്ലേ? m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. m1 u1 minus m1 v1 equal to m2 v2 minus m2 u2. m1 m2 നമ്മൾ കോമൺ ആയി പുറത്തൊക്കെ എടുത്ത് സോൾവ് ചെയ്ത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ്ലി എന്ത് കിട്ടാറുണ്ട് അവിടെ? ഇക്വേഷൻ മറന്നുപോയാ? ഫൈനലി എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്?
ഇവിടെ എന്താ വന്ന് m into u1 minus v1 is equal to m2 into v2 minus v1. ഈ ഇക്വേഷൻ നമുക്ക് സിംപ്ലി സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലിപ്പോ m1ന്റെ ടേം നമ്മൾ ഒരുമിപ്പിച്ചു എന്ന് വിചാരിക്കും. മീൻസ് ഇതിനകത്ത് m1ന്റെ ടേം ഇത് ഓൾറെഡി ഇത് മീൻസ് ഇത് പൊട്ടൻഷ്യൽ മീൻസ് മൊമെന്റ് ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, ഇത് മൊമെന്റ് ഇക്വേഷൻ മാത്രമാണ്. ഇനി അതേപോലെ തന്നെ സോറി ഇതിൽ m1ന്റെ ടേം ആണ് m1 u1 മൈനസ് m1 v1 ഇങ്ങനെയാണോ നമ്മൾ എടുത്തിരുന്നത്? അല്ലെ, ഇങ്ങനെയല്ലേ എടുത്തിരുന്നത്? m1 അങ്ങനെ തന്നെ u1 മൈനസ് m2 ഈക്വൽ ടു m2 u2 m2 v2 ആദ്യം v2 മൈനസ് m2 u2. ഇതിൽ m1ന്റെ ടേം പുറത്തെടുത്ത് കഴിയുമ്പോൾ u1 മൈനസ് v1 ഉം m2ന്റെ ടേം പുറത്തെടുക്കുമ്പോൾ v2 മൈനസ് u2 അല്ലെ. ഇനി അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ ആണ്. ഇതും അതേപോലെ കമ്പൈൻ ചെയ്യുമ്പോൾ m1 u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു m2 v2 minus means this is v u this is v2 minus v2 square. ഇതൊന്ന് ഇത് ഈ ഇക്വേഷനും കൂടി ഡിവിഷൻ ഒക്കെ നടത്തി നമുക്ക് u1 മൈനസ് v2 ഈക്വൽ ടു u1 this is what v1 ഇവിടെ എന്തൊക്കെയാ കിട്ടിയത്? u1 minus v2 which is equal to what? ഇവിടെ എന്താ കിട്ടുക? u2 square u1 minus v2 is equal to ഇവിടെ എന്തോ ഒരു ചെറിയ പശു പറ്റിയിട്ടുണ്ടല്ലോ. എന്താ വരിക? ഇങ്ങനെയല്ലല്ലോ വരിക. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? അടുത്തൊരു സ്റ്റെപ്പും കൂടി എഴുതി തരാം. u1 minus v2 into u1 plus ഇടയിലെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത് കാരണമാണ് കൺഫ്യൂഷൻ ആയിപ്പോയത്. നിങ്ങൾ ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഹാഫ് ഓഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് m1 v1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഓഫ് m2 v2 സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് m2 u2 സ്ക്വയർ. ഓക്കെ, ഹാഫ് എല്ലാ സൈഡിൽ നിന്നും കട്ടായി പോയി. ബാക്കി m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ? അങ്ങനെയാണെന്ന് പറഞ്ഞാൽ m1 പുറത്തെടുക്കാം, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 പുറത്തെടുക്കാം, v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? m1 ഒക്കെ പോവും. ബാക്കി എന്തുണ്ടാവും? 2/1 ചെയ്ത് എന്ത് കിട്ടും? m1 u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 u1 മൈനസ് v1 ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ
divided by m2 into v2 minus u2. So m1 ഒക്കെ പോയി. u1 square minus v1 is u1 minus v1 plus into u1 plus v1. അതേപോലെ അതും അതിലൊരു ടേം അപ്പൊ കട്ടായി പോവും അല്ലെ. u1 മൈനസ് v1 എന്ന് പറയുന്ന ടേം കട്ടായി പോവും. അതേപോലെ v2 പ്ലസ് u2 എന്നുള്ള ടേം മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. v2 മൈനസ് u2 എന്ന് പറയുന്ന ടേം താഴെയുണ്ട്. v2 മൈനസ് u2 എന്ന് പറയുന്ന ടേം താഴെയുണ്ട്, അത് കട്ടായി പോകും. അതുപോലെ u1 മൈനസ് v1 എന്ന് പറയുന്ന ടേം താഴെ ഉണ്ട്, അത് കട്ടായി പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് v2. ഇതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അഥവാ ഇതിനെ നമ്മള് ഇതാണ്ടോ ഈ ഒരു ഇക്വേഷൻ ഇതിപ്പോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നോക്കിയേ, ഇതാണ് ഇക്വേഷൻ. ഇവിടെ എന്താണ്? v2 മൈനസ് v1, v2 മൈനസ് v1. നോക്കിയേ, ഇവിടെ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, v2 മൈനസ് v1 ഈക്വൽ ടു വാട്ട്? u2 മൈനസ് v2 മൈനസ് v1 ഈക്വൽ ടു ഇവിടെ u1 മൈനസ് u2 എന്ന് കിട്ടാറുണ്ട് അല്ലേ? ഇങ്ങനെയല്ലേ ഇക്വേഷൻ വരുന്നത്? ഇങ്ങനെയല്ലേ? ഹലോ, മനസ്സിലായോ? ഇങ്ങനെയാണ്. നമുക്കറിയാം ഓൾറെഡി എന്താ പറയുന്ന ഇവിടെ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u2 മൈനസ് u1 ആണെന്നുള്ളത്. v2 മൈനസ് v1 എന്ന് പറയുന്നത് u2 മൈനസ് u1 ആണെന്നുള്ളത്. ഓക്കെ, ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഇവിടെ എന്ത് വരും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. കാരണം നോക്കിയേ, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ്, ഇവിടെ ശരിക്കും പറഞ്ഞ ആൻസർ കൂടുതലും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരിക ഈക്ക്. പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്താ, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നോക്കിയേ, ഈ ഇക്വേഷൻ നോക്കിയേ, ഈ ഇക്വേഷനിലോട്ട് കണ്ണു കൊണ്ടുവരും. ഇതാണോ ഈ ഒരു ഇക്വേഷൻ? ഇതില് v2 മൈനസ് v1 ഈ സൈഡിലോട്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇക്വേഷൻ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് u2 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് കിട്ടും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ യഥാർത്ഥ ആൻസർ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സോറി കേട്ടോ, ഇവിടെ ഇക്വേഷൻ ഇങ്ങനെയല്ല, u2 മൈനസ് u1 അല്ല, ഇറ്റ് ഈസ് u1 മൈനസ് u2, u1 മൈനസ് u2, u1 മൈനസ് u2. റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ u1 മൈനസ് u2 ആണ്. ദിസ് ഈസ് e. ക്ലിയർ ആണോ? ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് കറക്റ്റ്ലി വാല്യൂ വന്നത്. ദിസ് ഈസ് 1. ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഇന്നലെ ചെയ്ത കാര്യമാണ്, പുതിയ കാര്യമല്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ടേം ഇക്വേറ്റ് ചെയ്തു, മൊമെന്റം ഇക്വേറ്റ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഇതുവരെ ഒരു ഇക്വേഷനിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഹലോ, ഇതുവരെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണെന്ന് പറയാം, പുതിയൊരു കാര്യമല്ല. ഇന്നലെ ഓൾറെഡി ഈ ഒരു ഇക്വേഷൻ ഒക്കെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കൊളീഷൻ ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിന്ന് നമ്മള് ജസ്റ്റ് റേഷ്യോ എടുക്കുന്ന സമയത്ത് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര സംഭവിച്ചു. ഇവിടെ
വേറൊന്നല്ല u2 മൈനസ് u1 അല്ല എടുക്കുന്നത്. കാരണം u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. അങ്ങനെ ആവുന്ന സമയത്താണ് അത് ഇടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ ടേം മൈനസ് ചെറിയ ടേം ആണ് എടുക്കാറ്. അപ്പോ ഇറ്റ്സ് വാല്യൂ വിൽ ബി 1 ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഇ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്താണ് 1 ആണ്. ഇതെങ്ങനെയാ 1 കിട്ടിയെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? സർ. എല്ലാവർക്കും മനസ്സിലായോ? 1 വന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്. പറയൂ, ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. വേഗം പറയൂ. മനസ്സിലായോ? മനസ്സിലായോ? ആദിത്യ, ജിസ്മോൻ, മനസ്സിലായോ? അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം what is coefficient of restitution? That's a relative velocity after collision divided by relative velocity before collision. That is v2 minus v1 divided by u1 minus u2. v2 minus v1 divided by u1 minus u2. That is coefficient of restitution. That's a ratio. That's a ratio. So here perfectly elastic collision means അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മൊമെന്റ് ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷൻ ഫൈനലി ഇങ്ങനെ വരികയാണ്. ഇന്നലെ ചെയ്തതാ. സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ പോലത്തെ ഇക്വേഷൻ പോയി നോക്കിയാൽ മതി. ഇന്നലെ ചെയ്ത അതേ കാര്യമാണ്. ഇക്വേഷൻ സോൾവ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1 എന്ന്. അപ്പൊ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് u1 മൈനസ് u2 വെച്ച് ഡിവിഷൻ നടത്തി. അപ്പൊ ഇവിടെ 1 ആയി. ഇതാണ് ശരിക്കും എക്സാക്ട്ലി ഈ v2 മൈനസ് v1 ഡിവൈഡ് ബൈ u1 മൈനസ് u2. അപ്പൊ റേഷ്യോ 1 ആണ് ആകുന്നത് ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഇതാണ് നടക്കുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ചെറുതായിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ആദിത്യ, എന്ത് പറയുന്നു? അന്ന ഓക്കെ ആണോ? അന്ന മനസ്സിലായി സർ. ഞാൻ ചോദ്യത്തിലോട്ട് വരാം. ഈ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനായി ബന്ധപ്പെട്ടിട്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനോ? ആ സമയത്തോ വന്നു u1 ഇത് 0 ആണ്, ഇടിച്ചു, കമ്പൈൻഡ് ആയി പോയി m1 m2 m1 plus m2. So u2 is 0. v1 equal to v2 equal to v. So what is e? v2 minus v1 divided by v1 minus u2. എന്തായിരിക്കും ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ? എന്തായിരിക്കും? They are moving together with velocity v. There is no velocity v1 and v2. എന്തുമായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ നോക്കട്ടെ. എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത്രേ ഉള്ളൂ, 0 ആണ്. എന്താ കാരണം? രണ്ടും കൂടി ഒരുമിച്ചാ പോകുന്നത്. രണ്ടും കൂടി ബസ് പിടിച്ച് പോകുന്ന പോലെ. ഓക്കെ, രണ്ടുപേരും കൂടി ഒരേ കാറിൽ പോവാ. രണ്ടുപേരും കൂടി കൈ പിടിച്ച് ഒരേപോലെ പോയിക്കൊണ്ടിരിക്കും. ദർ ഇസ് നോ മീൻസ് ഇവിടെ തമ്മിൽ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. v2 മൈനസ് v1 എന്ന് പറയുന്ന ടേം 0.
ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ സാർ. ശരി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമെന്ന്, എന്തിനാ ക്ലിയർ അല്ലേ ചോദിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഫിസിക്സ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതർവൈസ് അതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും പിന്നെയും കത്തത്തില്ല. അപ്പൊ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുകയാണ്, h1 ഹൈറ്റ് എന്ന്, താഴെ വന്ന് ഇടിച്ചു u1 വെലോസിറ്റിയിൽ. ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് എന്താണ് മീൻസ് ഇനീഷ്യലി u1 വെലോസിറ്റിയിൽ വരികയാണ്. ഓക്കെ, u1 വെലോസിറ്റിയിൽ വന്നു, ഇടിച്ചു. ഇടിക്കുന്ന ആ ഒരു സ്പോട്ടില് u2 വെലോസിറ്റി ഉണ്ട്. ഇടിച്ചു കഴിഞ്ഞ് തിരിച്ച് മുകളിലേക്ക് റീബൗൺസ് ചെയ്ത് പോയി h2 ഹൈറ്റിലോട്ട്, കുറച്ച് ഹൈറ്റിലോട്ട് പോയി. അപ്പൊ പോകുന്ന സമയത്ത് അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, മുകളിലേക്ക് ജസ്റ്റ് പോകുമ്പോൾ v വെലോസിറ്റി ഉണ്ട്, ഫൈനലി അതായത് v1 വെലോസിറ്റി ഉണ്ട്. ഫൈനലി മുകളിലെത്തി v2 0. ഒരു ബോൾ വന്നു, u1 വെലോസിറ്റിയിലാണ് വരുന്നത്, ഇടിച്ചു, u2 വെലോസിറ്റിയിൽ ഇടിക്കുകയാണ്. വന്ന് ഇടിക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം, ഇവൻ വന്ന് ഇടിക്കുന്ന സമയത്ത് അതായത് ഇങ്ങനെ വരുന്ന ഒരു സാധനം, ശരി ഓക്കെ, ഒരു സാധനം ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോ അത് വന്ന് ഇടിക്കുന്ന ആ സമയത്തുള്ള വെലോസിറ്റിയാണ് u1. അത് കഴിഞ്ഞ് അതൊരു സ്മോൾ ഇന്റർവെല്ലിന് റെസ്റ്റിലാണ്, ഒരു ചെറിയ സ്പോട്ടിൽ ആ ഇടിക്കുന്ന സമയത്ത്, കൂട്ടിയിടിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോ ആ ഒരു സ്പോട്ടിൽ ഇത് റെസ്റ്റിലാണ്. അപ്പൊ u1 വെലോസിറ്റിയിലാണ് വന്ന് ഇടിക്കുന്നത്. അതിനുശേഷം ഒരു സമയത്ത് ഒരു സ്മോൾ ഇന്റർവെല്ലിൽ അത് വെലോസിറ്റി 0 ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് മുകളിലേക്ക് പോകുമ്പോൾ അതിന് ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട് v1. പക്ഷെ അത് ഏറ്റവും മുകളിലോട്ട് വീണ്ടും എത്തുമ്പോൾ 0 ആയി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈസ് നത്തിങ് ബട്ട് എന്താണ് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് u2. വന്നിടിക്കുന്നു, തിരിച്ചു പോകുന്നു, പോയി ഫൈനലി മുകളിലെത്തുന്നു, റെസ്റ്റിലാവുന്നു, 0 ആണ്, വെലോസിറ്റി ഇല്ല. പോകുന്നത് v1 വെലോസിറ്റിയിലാണ്, വന്നിടിക്കുന്നത് u1 വെലോസിറ്റിയിലാണ്. u2 എന്ന് പറയുന്നത് ആ സ്പോട്ടിൽ 0 ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ഓഫ് u1 ബൈ v1. ഇതാണ് ഒരു ബോൾ വന്ന് ഇടിക്കുന്ന കാര്യം. അപ്പൊ ഇതിനകത്ത് v1 എന്ന് പറയുന്ന ടേം പോകുന്ന വെലോസിറ്റിയാണ്. അതേപോലെ തന്നെ u1 പറയുന്ന ടേം ഉണ്ട്, വരുന്ന വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് വന്ന് ഇടിക്കുമ്പോൾ h1 ഹൈറ്റ് എന്ന് വന്ന് ഇടിക്കുമ്പോൾ ഇതിന്റെ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2h ബൈ ഓർമ്മയുണ്ട, റൂട്ട് ഓഫ് 2g h1. ടൈം ആയിരുന്നു 2h ബൈ g, റൂട്ട് ഓഫ് 2g h1. ക്ലിയർ ആണോ? കേട്ടുണ്ടോ? അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ്. ഇവിടെ എന്ത് വരും? നെഗറ്റീവ് ഉണ്ട്, റൂട്ട് ഓഫ് 2g h1. ഓക്കെ, സിമിലർലി ഇവിടെ എന്ത് വരും? v1 വെലോസിറ്റിയിലാണ്. അപ്പൊ ആദ്യം ഇനീഷ്യലി ഇത് റൂട്ട് ഓഫ് 2g h1 എന്ന് പറയുന്ന വെലോസിറ്റി വന്നിടിച്ചതിന് ശേഷം ചെറിയൊരു സ്പോട്ടിലെ റെസ്റ്റിൽ നിന്നുകൊണ്ട് പിന്നീട് അവൻ മുകളിലേക്ക് പോവുകയാണ് h2 വിത്ത് വെലോസിറ്റി v1. വാട്ട് ഈസ് v1? റൂട്ട് ഓഫ് 2g h2, റൂട്ട് ഓഫ് 2g. ഹിയർ ഒരു സ്ഥലത്ത് വെലോസിറ്റി നമുക്കറിയാം, ഇതിൽ എന്തായാലും ഏതെങ്കിലും ഒരു വെലോസിറ്റി നെഗറ്റീവായി എടുക്കണം.
ഒന്നിലെ താഴെ ഇതിപ്പം V1 മുകളിലേക്ക് U1 താഴേക്ക് അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഒന്നുമില്ലേ ഇതിൽ ഏതെങ്കിലും ഒരു ടേം ഡയറക്ഷൻ ആസ് പെർ കൺവെൻഷൻ പ്രകാരം ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാരണം U1 വെലോസിറ്റി താഴേക്കാണ്. ഓക്കെ, താഴേക്ക് നമ്മൾ നെഗറ്റീവായി എടുത്തു കഴിഞ്ഞാൽ ഈ ടേം പോസിറ്റീവ് ആവും. എക്സാക്ട്ലി പോസിറ്റീവ് ആവും. √2g കോമൺ ആണ്, കട്ടായി പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? റൂട്ട് ഓഫ് എന്താണ് എന്താ വരിക? സോറി, ഇവിടെ V1 H2 ആണ്, ഇത് H1 അല്ലേ? H1 H2 മൈനസ് H1. ക്ലിയർ അല്ലേ? മീൻസ് ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴോട്ടാണ്. അപ്പോ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് ഓഫ് √2g H2 ഡിവൈഡഡ് ബൈ √2g H1 ആണ്. അപ്പം എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആവും ആസ് പെർ കൺവെൻഷൻ. അപ്പൊ ഇത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആവും ഫൈനലി. മനസ്സിലായോ ആൻസർ? റൂട്ട് ഓഫ് H2 മൈനസ് H1. ക്ലിയർ ആണോ? സാർ അപ്പൊ രണ്ട് രീതിയിൽ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാം. ഒന്ന് ഡയറക്ട്ലി V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2 എന്ന് കണ്ടുപിടിക്കാം. ഓർ റൂട്ട് ഓഫ് H2 മൈനസ് H1. 2 ways. ക്ലിയർ? ബട്ട് വീഴുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു കേസ് വരുന്നു H1 ഹൈറ്റിൽ നിന്നും ആ സ്പോട്ടിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി, ഇടിച്ചു കഴിഞ്ഞ് ഒരു സ്പോട്ടിൽ റെസ്റ്റിൽ നിൽക്കുന്നു, U2 0 ആണ്, പിന്നെ മുകളിലേക്ക് പോകുന്നു, V1 വെലോസിറ്റി, V2 0 ആണ്, റൂട്ട് ഓഫ് 2g H2 വന്നിടിക്കുന്നു, റൂട്ട് ഓഫ് 2g H1. ഇതിന്റെ റേഷ്യോ ആണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ചോദ്യം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യം ഇതുപോലത്തെ പല ഇതിനകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം അതിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. അതായത് ഇപ്പം ഇതിൽ പറയും എന്താ പറഞ്ഞ ഇത്ര ഹൈറ്റ് നിന്നാണ് വരുന്നത് എന്നുള്ളത്, എന്നിട്ട് പകുതി ഹൈറ്റിലോട്ട് പോയി എന്നൊക്കെ പറയും. H ഹൈറ്റ് എന്ന് വന്നു. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് H2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസാണ്. ആദ്യം ചെയ്യുന്നത് അപ്പൊ H/2. ഓക്കെ, ഒന്നാമത്തെ കേസ് H കട്ടായി പോയി. നത്തിങ് ബട്ട് റൂട്ട് ഓഫ് 1/2. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ചിലപ്പോ ഇത്ര വെലോസിറ്റിയിൽ വന്ന് ഇടിച്ചു എന്നായിരിക്കും തരും. കുറച്ച് ഡാറ്റാസ് ഒക്കെ നമുക്ക് മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതുവരെ കാണാതെയൊക്കെ വേണമെങ്കിൽ പഠിച്ചൊക്കെ വെക്കാൻ പറ്റും. കണ്ടോ, E = മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ പഠിച്ചു വെക്കാം. ഓക്കെ, പഠിച്ചു വെക്കാം. നമുക്ക് അറിയണം എന്തൊക്കെയാണ് U1ഉം U2ഉം V1ഉം V2 എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇടിച്ചതിന് ശേഷം പോകുന്ന മുകളിലേക്കുള്ള വെലോസിറ്റിയാണ് V1, അതൊക്കെ അറിയണം. വന്ന് ഇടിക്കുന്ന വെലോസിറ്റിയാണ് U1, ഇതും നന്നായിട്ട് അറിയണം. എങ്കിലാണ് ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. അഥവാ E = മൈനസ് ഓഫ് V/U എന്ന് പറയാൻ സിംപ്ലി പറയാൻ മീൻസ് ഇടിക്കുന്ന കേസിലാണ്. സിംപ്ലി വേണമെങ്കിൽ നമുക്ക് V/U എന്ന് പറയാം. V എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി, U എന്ന് പറയുന്നത് വരുന്ന വെലോസിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ? അപ്പൊ ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ റെഡി ആവാം. ഓക്കെ സാർ. അപ്പൊ ബൈ. Thank you. Thank you, sir. Bye, sir. Thank you.